എന്താണ് ഉള്ളതെന്ന് ചോദിച്ചാൽ നമ്മൾ മെട്ടുമോയിലിന് വീട്ടിലേക്കുള്ള വഴിയാണെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഈ സംഭവം അതല്ല. അപ്പോൾ ഒരു ട്രാംബ്ലർ എക്സാർ എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് ടയർ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ NS വെക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഇതിൽ NS വെക്കണമെങ്കിൽ കുറച്ച് പണിയായിരിക്കും. നമ്മൾ V2 V3 നമ്മൾ സെപ്പറേറ്റ് മോഡിഫൈ ചെയ്യില്ല. അപ്പോൾ അതിന് നമ്മൾ R1 മാസ്ക് സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആ മാസ്ക് ആണ് കേട്ടോ. നമ്മുടെ ഡ്യൂക്ക് 200 ബാക്ക് ടെയിലിൽ വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, നമ്മൾ ടെയിൽ ടൈഡിയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ റെഡിമെയ്ഡ് സാധനം ഇരിപ്പുണ്ട്. പക്ഷേ നമ്മൾ റൈഡക്സ് ടൈറ്റാനിയത്തിൻ്റെയാണ്. അപ്പോൾ ഈ സാധനം കിട്ടാനില്ല എന്നൊക്കെ കുറച്ച് പേര് കമൻറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കസ്റ്റമായിട്ടൊരു DR സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പ്രൊജക്ടറാണ് കേട്ടോ, കത്തിക്കിടപ്പുണ്ട്. ഇതിവിടെ ചെയ്ത വർക്കാണ് കേട്ടോ. സീൻ ക്വാളിറ്റി സാധനം. V3 കൊടുക്കാൻ വേണ്ടി വെച്ചേക്ക്. വണ്ടി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. വെൽക്കം ബാക്ക് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ എന്താണ്, അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ എന്തുണ്ടാവും എന്ന് ചോദിച്ചാൽ എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. കണ്ടന്റിനൊക്കെ ഭയങ്കര ക്ഷാമമായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വണ്ടിയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ പോകുന്നത് നമ്മുടെ ആറ്റിങ്ങൽ മോട്ടോ അവന്യൂലോട്ടാണ്. മോട്ടോ അവന്യൂ പോകുന്നത് നമ്മുടെ R1 മോഡിഫൈ ചെയ്യുന്ന ആ ഒരു ഫ്രണ്ട് മാസ്കും ആ ഒരു സൈഡ് ഫെയറിങ് കിറ്റൊക്കെ ഉണ്ടല്ലോ. R1 മാത്രമല്ല, നമ്മുടെ RS വരുന്ന അണ്ടർ ബെല്ലി, പിന്നെ V3 വരുന്ന ഫ്രണ്ട്, നമ്മളെ V2 ഒക്കെ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ R1 ഫ്രണ്ട് മാസ്കും കാര്യങ്ങളൊക്കെ കയറ്റുമല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് കിറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ മോട്ടോ അവന്യൂ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പോയി കാണാം. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുമെങ്കിൽ അവരൊക്കെ വാങ്ങാമല്ലോ. പിന്നെ അത് മാത്രമല്ല, ഒരു ഡെയിലി കണ്ടൻറ്റ് അല്ലെങ്കിൽ ഡെയിലി ഒബ്സർവേഷൻ അങ്ങനെ മാത്രം ഇവിടെ കണ്ടാൽ മതി. പ്രത്യേകിച്ച് എന്തെങ്കിലും വേറെ കണ്ടന്റ് ഉണ്ടാവും എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ പറ്റുമെങ്കിൽ നമ്മുടെ 46 കൂടെ ജസ്റ്റ് ഒന്ന് കയറണം. നമ്മുടെ വണ്ടിയിൽ ചെറിയൊരു 1-2 സ്റ്റിക്കർ കൂടെ മൈൻഡിലുണ്ട്. അപ്പോൾ അതും കൂടെ ചെയ്യാൻ പറ്റുമോ നോക്കണം. അപ്പോൾ ആദ്യം നമുക്ക് 46 കയറിയിട്ട് നമ്മുടെ മോട്ടോ അവന്യൂലോട്ട് പോവാം. ഇപ്പോൾ 46 എത്തി. തിരക്കുണ്ടാവുമെന്ന് അറിയാൻ വയ്യ. ഏതൊക്കെ വണ്ടികൾ ഇരിപ്പുണ്ടല്ലേ. ഇവിടെ ഒരു RC ഇരിപ്പുണ്ട് കേട്ടോ. പണിയുന്നേ ഉള്ളതെന്ന് തോന്നുന്നു. സംഭവം കൊള്ളാം. ബ്ലാക്ക്, ഗ്ലോസി ബ്ലാക്കിൽ യെല്ലോ കേട്ടോ. നല്ല ഇറച്ചി ചെയ്യണ കളറ്. ഹലോ യെല്ലോ. ഇവിടെ ഒരു യെല്ലോ ഉണ്ട്. കൊള്ളാം. വർക്ക് എന്താണെന്ന് അറിയാൻ വയ്യ. പിന്നെ ഫ്രണ്ടിലൊരു RC ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരു RC ഇരിപ്പുണ്ട് കേട്ടോ. ഇതിൻ്റെ ലോഞ്ചൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ വേണമെന്നുള്ള 46 ഇൻസ്റ്റ പേജിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. സീൻ ക്വാളിറ്റി സാധനം അതിന് വന്നിട്ടുണ്ട്. ഈ ഒരു സാധനം നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി എടുക്കണമെന്ന് വിചാരിച്ച വണ്ടിയാണ് കേട്ടോ. ഓണറിനെ കിട്ടിയില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇതിലെന്തെങ്കിലും വർക്ക് റിമൈനിങ് ഉണ്ടോ എന്ന് അറിയാൻ വയ്യ. അപ്പോൾ നമ്മുടെ വണ്ടിയോട് വെച്ചിട്ടുണ്ട്. ഇതവർ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. നമ്മുടെ ഹെൽമെറ്റൊക്കെ പുതിയ അവരുടെ ഷോപ്പിലോട്ട് പോകാം. ഷോപ്പൊക്കെ 1-2 വീഡിയോയിൽ കാണിച്ചാണ്. റീച്ചും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. കയറി നോക്കി ആ വീഡിയോ ഇപ്പോഴും കിടപ്പുണ്ട്. പിന്നെ ഞാൻ അവിടെ എന്ന് വന്നാലും മഴയാണ്. അത് ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. ഓക്കെ, കയറി നോക്കാം. മലയാളി ബിസി അടയി. ഇപ്പോൾ നമ്മളെ അപ്പെക്സിൽ ഇപ്പോൾ ഇരിക്കുന്ന വൈസർ എന്ന് പറയുന്നത് ബ്ലൂ ആയിരുന്നു കേട്ടോ. എടുത്തപ്പോൾ നല്ല ബ്ലൂ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് കളർ ഇതായിട്ടുണ്ട് കേട്ടോ. കളർ പോയിട്ടുണ്ട്. മേടിച്ചപ്പോൾ ബ്ലൂ കളർ ഇപ്പോൾ ഇല്ല. അപ്പോൾ നമ്മുടെ മോട്ടോ അവന്യൂവിൽ വന്നപ്പോഴത്തേക്കും ഒരു ബ്ലൂ വൈസർ ഇരിക്കുന്നുണ്ട്. കൊള്ളാം കേട്ടോ. ബ്ലൂവും ചെറിയൊരു പിങ്കും കൂടെ ഒക്കെ ഉള്ളൊരു ഷെയ്ഡാണ്. എന്തെങ്കിലും എടുക്കാം. ആൻറ്റി ഫോഗ് ഇല്ലയെന്ന് തോന്നുന്നു. ആൻറ്റി ഫോഗ് നമുക്ക് പഴയതിൽ നിന്ന് ഇളക്കിയെടുത്ത് ഇടാൻ പറ്റുമോ എന്നുള്ള ഓപ്ഷനാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. ചെറിയൊരു ബ്ലൂവും പിങ്കും ഉള്ള ഷെയ്ഡാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഏതിൻ്റെയാണെന്ന് വെച്ചാൽ നമ്മളെ റൈഡക്സ് ടൈറ്റാനിയത്തിൻ്റെയാണ്. അപ്പോൾ ഈ സാധനം കിട്ടാനില്ല എന്നൊക്കെ കുറച്ച് പേര് കമൻറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോട്ടോ അവന്യൂലുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. റൈഡക്സിൻ്റെ ടൈറ്റാനിയത്തിൻ്റെ വൈസറാണ്. ഓക്കെ. പിന്നെ നമ്മുടെ റൈഡക്സ് പൊളാരിസിൻ്റെ ഒരു വൈസറുണ്ട്. അത് യെല്ലോ കളറാണ്. ദേ ഈ കളറാണ് സംഭവം. ടിൻ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ടിൻ്റല്ല കേട്ടോ, ഒരു യെല്ലോ ഷെയ്ഡ് വെറൈറ്റി സാധനം. സിൽവർ കളർ വൈസറൊക്കെ വരുന്നുണ്ട്. സിൽവറും കുറച്ച് പേര് എടുക്കുന്ന സംഭവം. സിൽവർ പക്ക സിൽവറുണ്ട്, ടിൻറ്റഡ് ആയിട്ടുള്ള കേട്ടോ. ഡെക്സ് ടൈറ്റാനിയത്തിൻ്റെ സിൽവറുണ്ട്. ഓക്കെ. RCBയുടെ ഒരു ഫുൾ സെറ്റ് വരുന്നുണ്ട്. ഒരു കോംബോ പാക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ച്. കോംബോ ആയിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് സിംഗിളായിട്ട് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. ഇത് നമ്മുടെ ക്ലച്ച് സെറ്റാണ് വരുന്നത്. നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ മുമ്പ് ഡ്യൂക്ക് സെറ്റ് ചെയ്തതിൽ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ക്യാനൊക്കെ ഫ്ലൂയിഡും കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് 8499 കേട്ടോ. 8500 അതിൻ്റെ റേറ്റ് വരുന്നത്. നമ്മുടെ ക്ലച്ചിൻ്റെ പീസാണ് കേട്ടോ. ക്ലച്ച് ലീവേഴ്സാണ് വരുന്നത്. പിന്നെ നമ്മുടെ RCBയുടെ ഒരു ക്ലച്ച് പമ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് 5200. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ RCBയുടെ ഒരു ഡിസ്ക് ബ്രേക്ക് ഉണ്ട് കേട്ടോ. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ ഒരു ലിവേഴ്സാണ് വരുന്നത്. നമ്മൾ നേരത്തെ ക്ലച്ചിൻ്റെ കണ്ട പോലത്തെ ഫ്രണ്ടിലെ ലിവേഴ്സാണ് വരുന്നത്. അതും അഡ്ജസ്റ്റബിൾ ആണ്. നമ്മുടെ ഇതനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ലിവേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ആ ഒരു ക്യാനും കാര്യങ്ങൾ, നമ്മൾ ഫ്ലൂയിഡ് വരുന്ന ഒരു ക്യാനും കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഒരു ഫുൾ സെറ്റാണ്. പിന്നെ അതിൻ്റെ കേബിൾസും കാര്യങ്ങളാണല്ലോ ഇത്.
പിന്നെ അതിൻ്റെ കേബിളാണ് കേട്ടോ, നമുക്ക് സെറ്റ് ചെയ്യാനുള്ള കേബിളാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ അപ്പോളോ ഒരു ട്രാംബ്ലർ XR എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് ടയർ ഇവിടെ ഇരിപ്പുണ്ട്. പുതിയ ലോഞ്ചാണ്, നമ്മൾ അധികം അങ്ങനെ കണ്ടിട്ടില്ല. ഹിമാലയനിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സൈസ് ഇതിൻ്റെ ഒരു കോംബോ ആയിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ 110 ഫ്രണ്ട് ടയർ സൈസ് വരുന്നത്, ബാക്ക് 150. നമുക്ക് ഓഫ് റോഡും ഓൺ റോഡും ഒരുപോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് ഈ ടയറിൻ്റെ ഒരു പ്രത്യേകത. അതായത് പുതിയ സീരീസാണ്. അപ്പോളോടെ 5 years വാറണ്ടിയും കാര്യങ്ങളും പിന്നെ 2 years അൺകണ്ടീഷണൽ വാറണ്ടി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. 110 17 അത്യാവശ്യം നല്ല വൈഡാണ്. ബാക്കിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല സൈസ് പോകുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഗ്രിപ്പും അതേപോലെ തന്നെ കേട്ടോ, നല്ല ഒരു രക്ഷയില്ലാത്ത ഗ്രിപ്പ്. ഗൈസ് അപ്പോൾ ഇത് നിങ്ങൾ കോംബോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 11,800 കിട്ടാം ഈ 2 ടയറും കൂടെ. സിംഗിളായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ നമ്മളെ ബാക്ക് ടയർ മാത്രം 7,000 രൂപ റേഞ്ച് വരുന്നുണ്ട് കേട്ടോ. ഇത് 5,300 സംതിങ് ആണ് എൻ്റെ ഫ്രണ്ട് ടയറിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ നമ്മുടെ മോട്ടോ അവനുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു ടയറും കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ട്, സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വേണമെന്നുള്ളൊരു കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു കവറുണ്ടല്ലോ, ഈ ഒരു കവർ നമ്മളെ ഈ ഒരു ടയറിൻ്റെ ടോപ്പിലായിട്ട് ഇങ്ങനെ കൊടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുന്ന ഒരു സംഭവമാണ്. അതേതാണ്ട് ഇത് തന്നെ. ഈ ഒരു സാധനമാണ് ഇത് എൻ്റെ കയ്യിലിപ്പോൾ ഇത് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ മിട്ടുമൊയിലിൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഈ സംഭവം അതല്ല. ഇതിൽ എന്തൊക്കെയോ കുറച്ച് മീനിങ് ഫുള്ളായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. റൈഡ് എനിവെയർ റൈഡ് സേഫ്റ്റി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ ഏതൊരു കണ്ടീഷനിലും ഓടിക്കാൻ പറ്റും. പിന്നെ കുറച്ച് എന്തൊക്കെയോ സംസ്കാരമോ നമ്മുടെ ഇന്ത്യൻ കൾച്ചറോ സംസ്കാരമോ ഒക്കെ ഇതിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. ആ റോഡിൻ്റെ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മുടെ വീടാണ് ആദ്യം കാണിക്കുന്നത്. വീടിൽ നിന്നൊക്കെ തുടങ്ങി ഈ ഒരു ടയർ ഇട്ടാൽ നമ്മളെ സാധാ കേരളത്തിൽ നിന്ന് തുടങ്ങി നമുക്കങ്ങ് ലഡാക്കോ കാശ്മീരോ ചൈനയിലൊക്കെ കാണിക്കുന്നുണ്ട്. ചൈന സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എവിടെ വേണം പോവാം, ലഡാക്ക് വരെയൊക്കെ എവിടെ വേണോ ചൈന വൻമതിലൊക്കെ പോകാമെന്നായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തേക്ക് ഒരു ഫോട്ടോ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. സംഭവം കുറച്ച് കാര്യമായിട്ടൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് കറക്റ്റ് പേര്, അപ്പോളോ ടയേഴ്സ് ട്രാംബ്ലർ XR എന്നാണ് കറക്റ്റ് ബ്രാൻഡ് കേട്ടോ. ഓക്കെ, R1 മാസ്ക് അല്ലേ, V2 V3 നമ്മൾ സെപ്പറേറ്റ് മോഡിഫൈ ചെയ്യില്ല. അപ്പോൾ അതിന് നമ്മൾ R1 മാസ്ക് സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആ മാസ്കാണ് കേട്ടോ. ഇവിടെ നമ്മൾ മോട്ടോവിന് റെഡിമെയ്ഡ് സാധനം ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മൾ ബേസിക്കായിട്ട് ചെയ്യുന്നത്. ഇത് കുറച്ച് സ്മൂത്ത് ആക്കിയിട്ട് നമ്മൾ കസ്റ്റം പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ V3 അണ്ടർബെല്ലിയാണ് കേട്ടോ. ഇത് സൈഡിൽ വരുന്ന നമ്മുടെ V3 അണ്ടർബെല്ലിയാണ്. ഒരുപാട് പീസ് അവൈലബിൾ ആയിട്ടുണ്ട്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഒക്കെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ R1 സെറ്റ് ചെയ്യുമ്പോഴത്തേക്കുള്ള നമ്മുടെ ടെയിൽ പീസാണ്. ഇതൊരു സീറ്റ് കവളും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ടെയിൽ പീസാണ് കേട്ടോ. ഇത് ഇത്രയും കളക്ഷൻ ഉണ്ട്. ഇത്രയും കളക്ഷൻ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. 1,800 റേഞ്ചാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. പെയിൻറ്റ് ചെയ്ത് നമ്മളെ ഷോപ്പിൽ നിന്ന് തരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡ്യൂക്ക് 200 ബാക്ക് ടെയിലിൽ വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, നമ്മൾ ടെയിൽ ടൈഡിയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ റെഡിമെയ്ഡ് സാധനം ഇരിപ്പുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് പൊട്ടിയൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തായത് നമ്മളെ ബാക്ക് ബ്രേക്ക് ലൈറ്റിൻ്റെ ആ ഒരു പോർഷനാണ് ഈ ഒരു വരുന്നത്. ഓക്കെ, ഇത് ടാങ്ക് അല്ലേ, V3 V2 V3 അതിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ടാങ്ക് കവറാണ്, അതും അവൈലബിൾ ആയിട്ടുണ്ട്. ഒരുവിധം എല്ലാത്തിനും നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റിയ പാർട്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഗൈസ് അപ്പോൾ നമ്മൾ ഡൊമിനോറിൻ്റെ പെട്രോൾ ടാങ്കിൻ്റെ സൈഡിൽ വരുന്ന കിറ്റാണ് കേട്ടോ. ഈ സംഭവം നിങ്ങൾ കുറച്ച് പേര് കണ്ടിട്ടുണ്ടാവും. ഭയങ്കര ലുക്കാണ് കേട്ടോ ഈ സംഭവം ചെയ്ത് കഴിഞ്ഞാൽ. നമ്മൾ NS വെക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഇതിൽ വെക്കാൻ പറ്റുമോ? വെച്ചാടാറ് ലുക്കായിരിക്കും. NS വെക്കണമെങ്കിൽ കുറച്ച് പണിയായിരിക്കും. കുറച്ച് നട്ടും ബോൾട്ടൊക്കെ വേണ്ടി വരുമല്ലേ. ഡൊമിനോറിൽ വലിയ പണിയില്ല, വെക്കാൻ പറ്റുമോ? അപ്പോൾ സ്ക്രൂ ചെയ്യാനുള്ള സംഭവമാണ് ഈ ഇട്ടേക്കുന്നത് അല്ലേ, ഹോൾ ഇടാനുള്ള. ഓക്കെ, നമ്മൾ ഡൊമിനോറിൻ്റെ പെട്രോൾ ടാങ്കിൻ്റെ സൈഡിൽ വരുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ലുക്കാണ്, ഞാൻ കണ്ടിട്ടുണ്ട് ഈ സംഭവം വെച്ചേക്കുന്നത്. ഇതിന് എത്ര റേറ്റ് വരുന്നുണ്ട്? ഈ റേറ്റ് തന്നെ 1,800 ആ ഒരു റേഞ്ചിനാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്. നമ്മുടെ RSൻ്റെ അണ്ടർബില്ലിയാണ് കേട്ടോ. പിന്നെ അവർ മോട്ടോയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ ആ ഒരു സാധനമാണ് ഇരിക്കുന്നത്. ഗ്ലോസി ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചും കൊടുക്കുന്നുണ്ടല്ലേ നിങ്ങൾ. പെയിൻറ്റ് അടിച്ച് നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് കണ്ട സംഭവം പെയിൻറ്റ് അടിച്ചതാണ് കേട്ടോ. ഗ്ലോസി ബ്ലാക്കാണ്. ഓക്കെ, നമ്മുടെ V3 1.0 എന്ന് പറഞ്ഞിട്ടുള്ള അണ്ടർബില്ലി V3 കേട്ടോ. അപ്പോൾ അത് അവൈലബിൾ ആയിട്ടുണ്ട്. അവർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേ V3 അണ്ടർബില്ലി. ഓക്കെ, നേരത്തെ മുമ്പ് കണ്ട ആ ഒരു പീസാണ് കേട്ടോ. അവിടെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ ഗ്ലോസി ബ്ലാക്ക് ഉണ്ട്. പിന്നെ നമ്മുടെ യമഹയുടെ റൈസിങ് ബ്ലൂ കളറൊക്കെ വരുന്നുണ്ട്. ഇതേ ഓക്കെ, V2 നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ R1 കിറ്റ് കയറ്റി ചെയ്താണ് കേട്ടോ. ഫുള്ളി ബ്ലാക്കാണ് ചെയ്തേക്കുന്നത്. ഫണ്ടി കാണുമ്പോൾ മനസ്സിലാവും. അടിയിൽ 2 പ്രൊജക്ടറും പിന്നെ ഫ്രണ്ടിൽ ഗ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കസ്റ്റമായിട്ട് ഇവിടെ DR സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പ്രൊജക്ടറാണ് കേട്ടോ, കത്തിക്കിടപ്പുണ്ട്. നമ്മുടെ ആ ഒരു മിററിൻ്റെ സൈഡിലിരുന്ന ഇൻഡിക്കേറ്ററും സംഭവം ഫുള്ളി വർക്കിംഗ് ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ചെന്ന ആ ഒരു R1 കിറ്റ് വരുന്നത്. ഈ ഒരു കിറ്റ് നമ്മൾ സെപ്പറേറ്റ് സെറ്റ് ചെയ്യാനുണ്ട്. ഇത് വണ്ടി V2 ആണ് വരുന്നത്. പിന്നെ ഈ സൈഡ് ഫയറിംഗ് ഒക്കെ സ്റ്റോക്ക് തന്നെയാണ്. കൊള്ളാം കേട്ടോ, നൈസായിട്ടുണ്ട് കാണാനായിട്ട്. ഇത് വർക്ക് ഫുള്ള് കഴിഞ്ഞില്ലല്ലേ, കുറച്ചുണ്ട്. അതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മാസ്ക് നമുക്കിവിടെ ഷോപ്പിലുണ്ട്. വേണമെന്നുള്ളവർ നമ്മൾ ഷോപ്പ് പോയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ
ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ചെറിയ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് എനിക്കറിയാം. കുറച്ച് റാൻഡം ആയിട്ടുള്ള കുറച്ച് ഇൻസിഡൻസ് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ പുതിയ ടയറുണ്ട്, പിന്നെ നമ്മുടെ സൈഡ് കിറ്റും സൈഡ് ഫെയറിങ്ങും പിന്നെ അണ്ടർ ബില്ല് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് സെറ്റാക്കി പവറാക്കി ഇറക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണിച്ച് എന്തെങ്കിലും പാർട്സ് ആരെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മോട്ടോ അവനെ ആരെങ്കിലും ആയിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ കോൺടാക്ട് ചെയ്യാനുള്ള ഇൻസ്റ്റാഗ്രാം ഐഡിയും ബാക്കി കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാം നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക. അതിട്ട് നമ്മുടെ ചാനൽ കാണുന്നതിനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോ കാണുന്നവരേക്കും